രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാ പതയേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം സർഗം 87. ശ്രീരാമൻ്റെ ശയനം മുതലായവയെപ്പറ്റി വർണ്ണിക്കുന്നു. ഗുഹൻ്റെ അപ്രിയമായ വാക്കുകൾ കേട്ട് ഭരതൻ ദുഃഖാർത്തനായി. ഭരതൻ അവിടെ തന്നെ വീണുപോയി. കൗസല്യ ഭരതനെ കെട്ടിപ്പിടിച്ച് അവനോട് ചോദിച്ചു, ഈ രാജവംശത്തിൻ്റെ നിലനിൽപ്പ് നിന്നെ ആശ്രയിച്ചിരിക്കുന്നു. ശ്രീരാമൻ അനുജനോടുകൂടെ പോയി. ദശരഥ മഹാരാജാവും മരിച്ചുപോയി. ഇപ്പോൾ നീ ഒരുത്തൻ മാത്രമേ ഞങ്ങൾക്ക് നാഥനായുള്ളൂ. നിന്നെക്കൊണ്ട് തന്നെയാണ് ഞാൻ ജീവനോടുകൂടെ ഇരിക്കുന്നത്. രാമനെപ്പറ്റിയോ ലക്ഷ്മണനെപ്പറ്റിയോ അനിഷ്ടവർത്തമാനമൊന്നും നീ കേട്ടിട്ടില്ലല്ലോ. ഭരതൻ കൗസല്യാദേവിയെ ആശ്വസിപ്പിച്ച ശേഷം ഗുഹനോട് ചോദിച്ചു, അന്ന് രാത്രി എൻ്റെ ജ്യേഷ്ഠൻ എന്തു ഭക്ഷിച്ചു, എവിടെ താമസിച്ചു, ഏത് ശയനത്തിലാണ് ഉറങ്ങിയത്, സീതാദേവി എവിടെയായിരുന്നു, ലക്ഷ്മണനും എവിടെയായിരുന്നു, എല്ലാം എന്നോട് പറഞ്ഞാലും. ഗുഹൻ സന്തോഷത്തോടുകൂടി ഭരതനോട് പറഞ്ഞു, ഞാൻ ശ്രീരാമന് വേണ്ടി ശ്രേഷ്ഠമായ ഭക്ഷണവും പഴങ്ങളും കൊണ്ടുവന്നു. ശ്രീരാമൻ ക്ഷത്രിയ ധർമ്മത്തെ അനുഷ്ഠിക്കുന്നവനായി അതൊന്നും സ്വീകരിച്ചില്ല. എല്ലാം തിരികെ തന്നു. ഞങ്ങൾ എപ്പോഴും കൊടുക്കുക മാത്രം ചെയ്യുന്നവരാണ്, ഒന്നും വാങ്ങുകയില്ല. ലക്ഷ്മണൻ കൊണ്ടുവന്ന ജലം പാനം ചെയ്ത് സീതാദേവിയോടുകൂടി ഉപവാസം നോറ്റിരുന്നു. ലക്ഷ്മണൻ ബാക്കിയുള്ള ജലം പാനം ചെയ്തു. അതിനുശേഷം 3 പേരും ധ്യാനനിരതരായി. ലക്ഷ്മണൻ അതിനുശേഷം ദർഭപ്പുല്ലുകൾ കൊണ്ട് ശ്രീരാമന് ശയനം തയ്യാറാക്കി. ശ്രീരാമൻ സീതാദേവിയോടുകൂടി ആ ശയനത്തിൽ എഴുന്നള്ളിയിരുന്നു. ലക്ഷ്മണൻ 2 പേരുടെയും പാദങ്ങൾ കഴുകി തുടച്ച് പുറത്തു വന്നു. ഈ ഓടവൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ് ശ്രീരാമനും സീതാദേവിയും അന്ന് ശയിച്ചത്. ആ ദർഭപ്പുൽ ശയ്യയും ഇതുതന്നെ. ലക്ഷ്മണൻ ബാണങ്ങളാൽ നിറഞ്ഞ 2 ആവനാഴികൾ പിന്നിൽ കെട്ടിക്കൊണ്ട് കൈകൾക്കും വിരലുകൾക്കും തോലുറകൾ ഇട്ടുകൊണ്ട് കോദണ്ഡം എന്ന വില്ല് കയ്യിലെടുത്ത് രാത്രി മുഴുവനും കാവൽ നിന്നു. ഞാനും എൻ്റെ ബന്ധുക്കളോടും കൂടി ലക്ഷ്മണൻ നിന്ന ദിക്കിൽ തന്നെ ശ്രീരാമൻ്റെ കാവൽക്കാരായി വർത്തിച്ചു. ശ്രീമദ് വാൽമീകി രാമായണത്തിൽ അയോധ്യാകാന്ഡത്തിൽ 87 സർഗം ഇവിടെ അവസാനിച്ചു. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ.